ചെറിയ കുട്ടികളെ പരിഗണിക്കുക എന്നതാണത്. പ്രത്യേകിച്ചും അഖീദ പഠനത്തിൽ ചെറിയ കുട്ടികളാണ്, അവർക്കത് മനസ്സിലാവൂല, അതുകൊണ്ട് വലിയ ആളുകളാകട്ടെ എന്നിട്ട് പറയാം എന്ന് വിചാരിക്കാൻ പാടില്ല. മറിച്ച് മുതിർന്നവരോട് പറയുന്നതിനേക്കാൾ ആ നിഷ്കളങ്ക ഹൃദയത്തിലേക്കാണ് കയറുക. കാരണം അവിടെ കുരുട്ട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അനാവശ്യമായ റൈബുകൾ, ശക്കുകളൊന്നുമില്ല. ചെറിയ കുട്ടികൾ അങ്ങനെയാണ്. നാം പറഞ്ഞു കൊടുക്കുന്നത് ശക്കില്ലാതെ, റൈബില്ലാതെ, നിഷ്കളങ്കമായ ആ ഹൃദയത്തിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ പരിഗണന കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടത് അഖീദയുടെ പഠനമാണ്, വിശ്വാസത്തിൻ്റെ പഠനമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ചെറിയ കുട്ടിയാണ് എന്ന് കരുതിയിട്ട് ശ്രദ്ധിക്കാതിരുന്നില്ല, പിന്നെയോ പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ ഉലമാക്കൾ പറയുന്നു, ചെറിയ കുട്ടികളെ പ്രത്യേകിച്ചും അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം അവരെ ശ്രദ്ധിക്കലും അതിന് ഗൗരവം കൊടുക്കലും പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ആ ചര്യ ഞാനും നിങ്ങളുമൊക്കെ പ്രാവർത്തികമാക്കുകയും കുഞ്ഞുനാളിലെ തന്നെ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനം, ഇസ്ലാമിൻ്റെ അഖീദ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, അവർ വളർന്നു വരുമ്പോൾ ചുറ്റിലും കേൾക്കുന്നത് പിശാചുക്കളുടെ ശബ്ദമായിരിക്കും. അതിൻ്റെ ആധിക്യം കൊണ്ട് പിന്നീട് നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകാതെ പോകും. കാരണം ദുനിയാവ് അങ്ങനെയാണ്, അവർ കാണുന്ന ലോകം അങ്ങനെയാണ്. ആധുനിക വാർത്താവിനിമയ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പൈശാചികമായ ശബ്ദങ്ങൾ അവരുടെ കാതുകളിലൂടെ ഹൃദയത്തിൽ വന്ന് വേരുറച്ചു പോകുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഖീദകൾ, മൻഹജുകൾ ചെറിയ നാളിൽ തന്നെ മെല്ലെ 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 അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് കാതു കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് പരമാവധി അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അതാണ് അതിലെ ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് റസൂലുള്ള പറയുകയാണ്, ഇന്നി ഉഅല്ലിമുക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ പറയാം എന്നല്ല പറഞ്ഞത്, പിന്നെ തഅലീമാണ്, പഠിപ്പിക്കണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി വൽ ഹിൽമു ബിത്തഹല്ലുമി. അറിവ് പഠിപ്പിച്ച് ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, വെറുതെ ഒരു പറച്ചിലല്ല, പിന്നെയോ പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ ചിലപ്പോൾ പറയാറുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന വിഷയം ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അതെന്താ ഖുർആനിലെ അധ്യായം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായി ഓതിയിട്ടാണല്ലോ പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. എന്നതുപോലെ ചില ദിക്റുകൾ, ചില ആശയങ്ങൾ, ചില വിഷയങ്ങൾ ഞങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇത് പ്രവാചകൻ്റെ ശൈലിയാണ്. മനസ്സിലായിട്ടില്ലേ 3 തവണ റസൂലുള്ള ആവർത്തിക്കും. പെറുക്കിയെടുക്കാവുന്ന വാക്കുകളിലൂടെ പ്രവാചകൻ സംസാരിക്കും. അതുകൊണ്ട് ഇവിടെ തഅലീമാണ് വേണ്ടത്, നന്നായി പഠിപ്പിക്കണം. ഇന്നി ഉഅല്ലിമുക, ഞാൻ നിൻ്റെ മുഅല്ലിമാണ്, ഞാൻ നിൻ്റെ അധ്യാപകനാണ്, അതുകൊണ്ട് നീ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം കൂടും. വെറും പറയലും ഞാൻ പഠിപ്പിക്കാമെന്ന് പറയലും രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞു തരാമെന്ന് പറയലും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയലും രണ്ടും രണ്ടാണ്. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇനായ സിയാദ, കൂടുതൽ പരിഗണനയുണ്ട്. പറയുന്നതിനേക്കാൾ പരിഗണനയുള്ള വാക്കാണെന്ത്? പഠിപ്പിച്ചു തരാം. അപ്പോൾ പഠിപ്പിച്ചിരുന്നാൽ ഒരു തവണയല്ല പറയാം, പിന്നെയോ പഠിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മളൊരു കാര്യം പഠിക്കാൻ പോയാൽ നമുക്ക് പഠിക്കുന്നത് വരെ പഠിപ്പിക്കുക, അതാണ് തത്വം. എന്നതുപോലെ നിനക്ക് പഠിക്കുന്നത് വരെ, മനസ്സിലാക്കുന്നത് വരെ ചിലത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതാണ് അതിലെ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? കലിമാത്തിൻ. കലിമത്തിൻ്റെ ജംആണ് കലിമാത്ത്. കുറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സുദീർഘമായൊരു പ്രഭാഷണം നടത്താൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത്. പിന്നെയോ കലിമാത്തി, കുറച്ച് വാക്കുകൾ, ചെറിയ വാക്കുകൾ. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഉഅതീതു ജവാമിഅൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കിൽ കൂടുതൽ ആശയങ്ങൾ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പൊതുവേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കലാമകൾ കുറച്ചാണ്.
ഇവിടെ പ്രവാചകൻ പ്രത്യേകം പറയാണ്, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ. ഇതിൽ തന്നെ ഒരുപാട് പോയിന്റുകളുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, പ്രവാചകൻ ജവാമിഉൽ കലിമ നൽകപ്പെട്ട പ്രവാചകനാണ്. രണ്ടാമത്തത് ഉലമാക്കൾ പറഞ്ഞു, നാം ഏതൊരു കാര്യവും പഠിപ്പിക്കേണ്ടത് മെല്ലെ മെല്ലെയാണ്. കുറഞ്ഞ കലിമത്ത്, വലിയ വലിയ ആശയങ്ങൾ അതല്ലെങ്കിൽ ദീനിൻ്റെ എല്ലാ കാര്യവും ഒറ്റയടിക്ക് പഠിക്കുകയല്ല. പിന്നെയോ മെല്ലെ മെല്ലെ, ഷൈഅൻ ഫശൈഅൻ എന്നതിന് ഇതിൽ തെളിവുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് കുറേ കാര്യമൊന്നും പറയാൻ വിചാരിച്ചില്ല. പിന്നെയോ മെല്ലെ മെല്ലെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, കലിമാത്തിൻ. അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ അത് കേൾക്കുമ്പോൾ ആശ്വാസം ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസം തോന്നും. നേരത്തെ തന്നെ മനസ്സ് പ്രിപ്പേർഡായിരിക്കും. അത് ക്ലാസ് എടുക്കുന്ന വിഷയത്തിൽ ഒരു സൈക്കോളജി കൂടിയാണ് എന്നാണ് ആ വിഷയം പറയുന്ന ആളുകൾ പറയുന്നത്. ഞാൻ അല്പസമയം മാത്രമേ നിങ്ങളോട് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷകൻ പ്രഭാഷണം തുടങ്ങിയാൽ കേൾവിക്കാരൻ അതൊരു വലിയ ആശ്വാസമായിരിക്കുന്നതാണ്. ഞാൻ ചെറിയ കാര്യങ്ങളെ പറയൂ, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞ നേരമേ സംസാരിക്കുമെന്ന് പറയുമ്പോഴേക്ക് തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ ബി കലിമാത്ത്, ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെയാണ് തുടങ്ങേണ്ടത്. മൂന്നാമത്തത് വളരെ വലിയൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നൊരു കാര്യമാണ്. എത്ര വലിയ വിഷയവും ഇസ്ലാം അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ കുറച്ച് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും കുറേ പറയേണ്ടതില്ല, കുറച്ച് പറഞ്ഞാൽ മതി. അതിലാണ് അതിൻ്റെ ഉസൂലുകളുള്ളത്, അതിൻ്റെ ബേസ് അതിലാണുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കാന ഖുതുബതുഹു ഖസ്ദാ വസലാതുഹു ഖസ്ദാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുതുബ ഖസ്ദായിരുന്നു, ഒരു മീഡിയം ലെവലായിരുന്നു. വളരെയധികം ചുരുക്കി സംസാരിക്കുമായിരുന്നു, കൂടുതൽ നീട്ടിപ്പരത്തി പറയാറില്ല. അതൊരാളുടെ ഫിഖ്ഹിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുടെ സംസാരം കുറയുകയും നമസ്കാരത്തിന് ദൈർഘ്യം കൂടുകയും ചെയ്താൽ അത് അയാളുടെ മതത്തിലുള്ള അറിവിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ തിരിച്ചാണെങ്കിലോ അത് ഫിഖ്ഹിൻ്റെ കുറവാണ്. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ഉസൂലുകൾ ചെറിയ വാക്കുകളിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ എന്ന അതിബൃഹത്തായ ഒരു പാഠം കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല ഒരു കിതാബ് തന്നെ രചിച്ചത് ഈ വിഷയത്തിലാണ്. എന്താണ് അദ്ദേഹം ആ കിതാബിൽ ചർച്ച ചെയ്തത്? സ്വഹാബികളുടെയും താബിയങ്ങളുടെയും തബഉ താബിയങ്ങളുടെയും അക്കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെയും വാക്കുകൾ വളരെ കുറച്ചേ കാണുള്ളൂ, ആശയങ്ങളാകട്ടെ വളരെ വിശാലവുമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കുറഞ്ഞ് സംസാരിക്കാൻ സാധിച്ചത്? അതിന് ഉലമാക്കൾ പറയുന്ന ഒരു മറുപടി, അവർ സംസാരിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സംസാരിക്കും. അവരുടെ സംസാരമൊക്കെ അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ കുറച്ച് സംസാരിക്കും, അവനവന് വേണ്ടിയാകുമ്പോൾ കൂടുതൽ സംസാരിക്കേണ്ടി വരും. ഒന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തത്, നുബുവത്തിൻ്റെ തണലിൽ അവർ ജീവിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചകനിൽ നിന്ന് കിട്ടിയ ആ ഒരു സംസ്കാരം ആദ്യ തലമുറകളിൽ നിലനിന്നിട്ടുണ്ട്. കാരണം പ്രവാചകൻ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സ്വഹാബികളും അതിനെന്ത് ചെയ്തു? ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി. അതുകൊണ്ട് അവരും പ്രവാചകനെ പോലെ സംസാരിച്ചു. അതിൽ നിന്ന് പഠിച്ച താബീങ്ങൾ അങ്ങനെ, അവരിൽ നിന്ന് പഠിച്ച തബഉ താബീങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇൽമുസ്സലഫിന് ഇൽമുൽ ഖലഫിനേക്കാൾ ഫളലുണ്ടാവാനുള്ള കാര്യം അവരുടെ സംസാരത്തിലെ ഇഖ്ലാസും അതേപോലെ തന്നെ ആ ഒരു നുബുവത്തിൻ്റെ തണലിൽ അവർ ജീവിച്ചു എന്നതുമാണ്. അതുകൊണ്ട് ചെറിയ വാക്കുകളിലൂടെ, ചെറിയ വിഷയങ്ങളിലൂടെ തന്നെ ഇസ്ലാമിൻ്റെ ഉസൂലുകൾ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു തത്വവും ഇതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക.